ഊരാടാണ്. നാളെ തൊട്ട് നമുക്ക് വീട്ടിൽ സദ്യ തുടങ്ങും. ഇപ്പോൾ രാത്രി 10:30ആയി. കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് എല്ലാം ഇന്നലെ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. വെജിറ്റബിൾസൊക്കെ അതൊക്കെ നുറുക്കി ഫ്രിഡ്ജിലാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇല വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഇലയും നാളെ പൂക്കളിടാനുള്ള പൂ കാണിച്ചിരുമാളൂ. പൂക്കൾ അധികം കിട്ടിയില്ല. അപ്പം നമുക്ക് അടുത്തുള്ള മദീനയിലും ഒക്കെ നെസ്റ്റോയിലും ഒക്കെ പോയി നോക്കിയിട്ടാണ് വരുന്നത്. ഇനി അടുത്തുള്ള ഷക്രാനിലും കൂടി പോയി നോക്കണം. പൂവ് ഇല കിട്ടി. 13 ഇല വാങ്ങിച്ചിട്ടുണ്ട്. നാളെ 10 ആളേ ഉള്ളൂ. 13 ഗണപതിയും കൂട്ടി 11 ആളേ ഉള്ളൂ നാളെ. എന്നാലും 2 ഇല കൂടുതൽ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ഇന്ന് ഊരാട ദിവസം. എല്ലാം റെഡിയായി, സദ്യയൊക്കെ റെഡിയായി. ഞാൻ എൻ്റെ എല്ലാം കഴുകിയിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഇലയൊക്കെ വളരെ മോശമാണ് കണ്ട. അപ്പോൾ ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടാനുകളൊക്കെ കാണിച്ചു തരാം. ഇതാ സാമ്പാർ 2 പാത്രത്തിൽ റെഡിയാണ്. ഇത് മാമ്പഴ കൂട്ടാൻ, ഇത് അവിയൽ, ഇത് എരിശ്ശേരി, ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ, പുളിഞ്ചി, ഇനി ബാക്കി പിക്കിളുകൾ, പായസമൊക്കെ വരും. ക്യാബേജ് തോരൻ അടുപ്പത്തുണ്ട്. പഴനുറുക്ക് റെഡിയായി. ഉപ്പേരികൾ. ഇതാ മാളത് സാരിയൊക്കെ എടുത്തിട്ടാണ് റെഡി ആക്കണതെന്ന്. സെറ്റ് കൊണ്ടല്ല, മാള് സാരിയാണ്. ഞങ്ങൾ ഇവിടെ സദ്യ വിളമ്പാനായിട്ട് ഇവിടെ ഒഴിച്ചിട്ടു. ചേരൊക്കെ മാറ്റിയിട്ടു. ഊണപ്പാട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള പ്രധാന കാര്യം റീലെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാളുവിൻ്റെ വക ഒരു റീലെടുക്കൽ നടക്കുന്നുണ്ട്. മാളു ഏതൊക്കെ പാട്ട് മിക്സ് ചെയ്യാനായിട്ടാണ് ഈ റീലെടുക്കുന്നത്. അപ്പം അതിൻ്റെ പാട്ടൊന്നും ഞാനതിലിടുന്നില്ല, കാരണം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ. ആദ്യം വന്നത് സജിനത്തെയാണ്. സജിനത്തെ അണിഞ്ഞൊരുങ്ങി വന്നുകൊണ്ടിരുന്നു. വരുമ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോയിട്ടാണ് വന്നത്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിക്കിളുകൾ, അതുപോലെ തന്നെ ഒരു പായസം ആണ് സജിനത്തെ കൊണ്ടുവന്നത്. പാൽ പായസമാണ്, അരി. കാരണം പാച്ചുവിന് സേമിയ പായസം ഇഷ്ടമല്ല. ഒന്നിലോ പാലട അല്ലെങ്കിൽ അരി. അപ്പം അടുത്ത ആൾക്കാർ വന്നു. ഷബ്നവും ഒരു മോളുമാണ് വന്നത്. 2 പേരും ഓണം ഡ്രസ്സിലൊക്കെയാണ്. ഷബ്നത്തിൻ്റെ പുതിയ ഷൂസ് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്, രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചത്. അവരും എത്തി. ഇനി നമുക്ക് ഗസ്റ്റായിട്ട് വരാനുള്ളത് നമ്മളുടെ അടുത്ത് താമസിക്കുന്ന അടുത്തുള്ള ഫ്ലാറ്റിലെ റഷീദയാണ്. റഷീദ എത്തി. റഷീദ കുറച്ചുകൂടി വൈകിട്ടാണ് വന്നത്. റഷീദയും മോളുമാണ്. റഷീദയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല. ആൾ എന്തോ വർക്കിന് പോയി കാണും. സാധാരണ അയാളും വരാറുണ്ട്. ഇവർ 2 പേരും കൂടി വന്നു. ഇവർ ബോംബെക്കാരാണ്. ആദ്യം തന്നെ ഞങ്ങൾ ഇലയിട്ട്, അപ്പോഴേക്കും 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇലയിട്ട് സദ്യ കഴിച്ചിട്ടാവാം ബാക്കി റീലെടുക്കൽ. അതുപോലെ പൂക്കളം ഇടുന്നതൊക്കെ നമുക്ക് റീലായിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ഥലം കുറവായതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം പെണ്ണുങ്ങൾ മാത്രം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും ഇവർ 2 പേരേ ആണുങ്ങളായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട്, അച്ചുവും അച്ഛനും മാത്രമേ ഉള്ളതുകൊണ്ട് അവരെയും അവസാനം ഞങ്ങൾ 2 അറ്റത്തായിട്ട് ഇരുത്തിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഊണ് കഴിച്ചത്, സദ്യ കഴിച്ചത്. ഷബ്നവും ഒരു പായസം കൊണ്ടുവന്നിരുന്നു. പഴം പായസമാണ് ഷബ്നം കൊണ്ടുവന്നത്. അങ്ങനെ 2 പായസം പുറത്തുനിന്ന് വന്നു, 2 പേരായിട്ട് കൊണ്ടുവന്നു. ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ റീലെടുത്തു ഞങ്ങൾ. ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ പാച്ചുവും ആളും കൂടിയിട്ട് എടുത്തതാണ് നമ്മളുടെ ഇന്നസെൻറ്റിൻ്റെ ഡയലോഗ്. അത് കണ്ടപ്പോൾ റഷീദയ്ക്ക് ഭയങ്കര ആഗ്രഹം അതിന് അഭിനയിക്കണമെന്ന്. അപ്പോൾ റഷീദയെ അഭിനയിച്ചു. മലയാളമൊന്നും അറിയില്ലെങ്കിലും റഷീദ് നല്ല പെർഫെക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂക്കളിട്ടത്. പൂക്കളിടുമ്പോഴുള്ള സജനത്തയുടെ പാട്ടായിരുന്നു അത്. അപ്പോൾ പാട്ടും ചിരിയും ബഹളവും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളം ഇട്ടു. റഷീദ ഇത്തവണ പൂക്കളിടാൻ ഉണ്ടായില്ല, അവൾ പോയി. അവൾക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവളും പൂക്കളിടാനൊക്കെ നല്ല ഉഷാറായിട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പൂക്കളം ഒക്കെ ഇട്ടു. ഇപ്പോൾ ഇവരൊക്കെ വന്നേ പിന്നെ ഞങ്ങൾ വെറുതെ പൂക്കളിടുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് തന്നെ ഒരു റീൽ ചെയ്യണം വീടിൻ്റെ അകത്തിരുന്ന് പറഞ്ഞിട്ട്. ഇത് കരിക്കിൻ്റെ നമ്മുടെ പാട്ട്, ഫേമസ് പാട്ടുണ്ടല്ലോ ഓണത്തിൻ്റെ, ആ പാട്ട് വെച്ചിട്ടുള്ള റീലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വക പിന്നെ കോറിഡോറിൽ കുറേ ദിവസമായിട്ട് പറയുന്നൊരു റീലുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഷൂട്ട് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുത്തുള്ള മംസാർ സെൻറ്ററിലേക്ക് പോയി. അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അതും പോയി. അപ്പോൾ ഫുള്ള് റീലെടുക്കലായിരുന്നു.
അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അങ്ങനെ പല 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 വീഡിയോകളൊക്കെ മാളുവും പിള്ളേരും പാപ്പുവും പാപ്പുമല്ല പാച്ചു ഉണ്ടായിരുന്നത്, പാച്ചുവും പിന്നെ നേഹയും ഒക്കെ എടുത്തു തന്നു. അവരുടെയും കുറേ വീഡിയോകളൊക്കെ എടുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. 4:30-5 മണിയൊക്കെ വരെയും എല്ലാവരും കൂടി അവിടെയൊക്കെ നടന്നിട്ടാണ് പിന്നെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞത്. അങ്ങനെ പൂരാട സദ്യ അടിപൊളി, പൂരാട റീലുകൾ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അടുത്ത ദിവസം ഉത്രാടം കാലത്ത് തന്നെ പാപ്പു പോണതിന് മുമ്പ് പാപ്പുവിന് അന്ന് ഓഫീസിൽ പോകണം. അന്ന് പാപ്പുവിന് ഓഫീസിൽ സദ്യയാണ്. അപ്പോൾ അത് കാരണം പാപ്പു പോകണം മറ്റേറിലാണ്. പാപ്പു പോണതിന് മുമ്പ് ഒരു ആണുങ്ങളൊരു റീലെടുത്തതാണിത് നമ്മളുടെ കോറിഡോറിൽ നിന്നിട്ട്. ഇന്ന് വന്നേക്കുന്നത് ഇതാ മാളുവിൻ്റെ ഫ്രണ്ട്സാണ്. മാളുവിൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, പിന്നെ നമ്മളുടെ ടെക്നീഷ്യൻസും വന്നു. അവർ കുറേ നേരം വൈകിട്ടാണ് വന്നത്. അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഊണ് കഴിക്കാൻ വന്നിരുന്നു. മാളുവിൻ്റെ ഫ്രണ്ട്സ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാളുവിൻ്റെ ഫ്രണ്ട്സിനെയും ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെക്നീഷ്യൻ അവർ വന്നത്. കറികളൊക്കെ തലേദിവസം കുറച്ച് ഉണ്ടാക്കിയിരുന്നുള്ളതുകൊണ്ട് ഒക്കെ ആദ്യം ഉണ്ടാക്കി. അവിയലും എരിശ്ശേരിയും സാമ്പാറും ഒക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. പിന്നെ മാമ്പഴക്കൂട്ടാൻ മാത്രം തലേദിവസത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കി. ഈ കുട്ടികൾക്ക് സേമിയ പായസം മതിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഓരോരോ നാട്ടിലെ കുട്ടികളായതുകൊണ്ട് അവർക്ക് സേമിയ പായസം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ സേമിയ പായസം അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ട് അപ്പോൾ പിന്നെയും പൂ മേടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പൂവും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് പൂക്കളിടണമല്ലോ, അങ്ങനെ അവർ വലിയൊരു പൂക്കളുണ്ടാക്കി. അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരും പുറത്ത് പോയി കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അവരങ്ങനെ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ടീമുകളെത്തി. അവർക്ക് കമ്പനി കൊടുക്കാനായിട്ട് അവരുടെ കൂടെ പാച്ചു പിന്നെ ഇരുന്ന് ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് അന്ന് രാത്രി, ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി നമ്മുടെ നിഷ ശ്രീജിത്തും ഫാമിലിയും വന്നിരുന്നു. അവർ കുറച്ച് ദിവസമായി നമ്മുടെ അടുത്ത് വരാമെന്ന് പറയുന്നു. അത് നമ്മുടെ അടുത്തുള്ള ഹോട്ടലിൽ എന്ന് പറഞ്ഞ അവിടെ റെസ്റ്റോറൻറ്റിൽ നല്ല ഹസൻ മത്താർ കിട്ടും. അതൊക്കെ കഴിക്കണം എന്നുള്ള കുറേ കാലമായി പറയുന്നു അവിടെ വന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി അവരുടെ കൂടെ നിഷയും ശ്രീജിത്തും നേഹയും ഞങ്ങളും കൂടിയിട്ട് ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിറ്റേ ദിവസത്തേക്ക് ഇഷ്ടംപോലെ പൂവ് ബാക്കിയുണ്ടായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് കാലത്ത് തിരുവോണത്തിൻ്റെ അന്നത്തേക്ക് വേറെ ആരും ഗസ്റ്റില്ല. ഞങ്ങൾ 5 പേര് മാത്രം ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. അപ്പോൾ അന്ന് ഇഷ്ടംപോലെ പൂ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു റീൽ എടുക്കാനായിട്ട് 2 പൂക്കളിട്ടു. വീടിൻ്റെ പുറത്തൊരു പൂക്കളിട്ടു, കോറിഡോറിൽ വീടിൻ്റെ അകത്തും ഒരു പൂക്കളം ഇട്ടു. അത് വലിയ പൂക്കളിട്ടു. അപ്പോൾ അത് ഈ 2 പൂക്കളിട്ടതിൻ്റെ ഉദ്ദേശം ഒരു റീലിൻ്റെ കണ്ടൻറ്റാണ്. അപ്പോൾ അങ്ങനെ ആ റീലെടുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്.
ഞങ്ങൾ തന്നെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാ കൂട്ടാനുകളും ഫ്രിഡ്ജിലുണ്ട്. സാമ്പാർ മാത്രം കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാമ്പാർ പായസങ്ങളും പലതരം ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പായസവും വെച്ചില്ല. ചോറും സാമ്പാറും മാത്രമേ തിരുവോണത്തിൻ്റെ അന്ന് വെച്ചുള്ളൂ. എല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്വസ്ഥമായിട്ടുള്ള ഓണമായിരുന്നു. അധികം പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഇത്തവണത്തെ ഓണം 3 ദിവസം നീണ്ടു നിന്ന ഓണമായിരുന്നു. അപ്പോൾ മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ബായ്.